ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലെ സ്റ്റുഡൻസിന് +2 റിസൾട്ട് വൈകുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഒക്കെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടായിരുന്നു, സാധ്യതകൾ നിർവചിച്ചുകൊണ്ടിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ +2 റിസൾട്ട് വരുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻസ് ഉറപ്പാക്കാം, അല്ലെങ്കിൽ അഡ്മിഷൻസ് പ്രീ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അടുത്തൊരു ഡിസിഷൻ എടുക്കാം. അത് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതാണ്. സോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് BCAയുടെയും BBAയുടെയും മെഡിക്കൽ കോഴ്സിന്റെയും BCOMന്റെയും ഒക്കെ കമ്മ്യൂണിറ്റികൾ വെവ്വേറെ ഉണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. +2 കരിയർ ഗൈഡൻസ് എന്നാണ് പേര്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോളേജ് സെലക്ഷനോ ക്യാമ്പസ് വിസിറ്റോ അഡ്മിഷൻ പ്രൊസീജിയറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ സയൻസ് പഠിച്ചവരായിരിക്കും, കൊമേഴ്സ് പഠിച്ചവരായിരിക്കും, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരായിരിക്കാം. ഒരു ഡിസിഷൻ കൃത്യമായിട്ട് എടുക്കുക. അടുത്തത് എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള കോളേജുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗവൺമെന്റ് കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക, റിസൾട്ട് വരട്ടെ, അലോട്ട്മെന്റ് വരട്ടെ. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ഡിസിഷൻ എടുത്ത് വെക്കുക. അല്ലാതെ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള BCA ആഡ് ഓൺ, മറ്റ് കോഴ്സുകൾ, അതുപോലെ BCom ആഡ് ഓൺ കോഴ്സുകൾ, പ്രൈവറ്റും മാനേജ്മെന്റ് സീറ്റിലൊക്കെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടെങ്കിലും നോക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ പ്രവചിച്ചു തുടങ്ങുക, കൃത്യമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുക. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് +2 ഒരു എക്സ്പെക്റ്റഡ് മാർക്കിന്റെ കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ കോളേജുകളിൽ കൊടുക്കണം, ആ കോളേജിൽ ഇപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതെല്ലാം ഞങ്ങൾ എന്തായാലും ഗൈഡ് ചെയ്യാം. സോ അതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സീറ്റിൽ പഠിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കേരളത്തിനകത്തും പുറത്ത് ബാംഗ്ലൂർ, കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാ കോളേജുകളിലും ഈ പറഞ്ഞ മാനേജ്മെന്റ് സീറ്റുകൾക്കും BTechനും BCAയ്ക്കും BComനും മെഡിക്കൽ, BPT, BOT അതുപോലുള്ള ഒരുപാട് കോഴ്സുകൾക്ക് ഓൾറെഡി സീറ്റ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യലല്ല, ഇതൊരു ഫാക്ട് നിങ്ങളിലേക്ക് എത്തിക്കലാണ്. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലാണ് നിങ്ങൾ ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ +2 റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ നമ്മളെ എല്ലാം ഓവർലാപ്പ് ചെയ്തുകൊണ്ട് തമിഴ്നാട് സ്റ്റുഡൻസും ആന്ധ്ര സ്റ്റുഡൻസും മറ്റ് സ്റ്റുഡൻസും ഒക്കെ കയറിപ്പോവും. അവസാനം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് കൃത്യമായിട്ടുള്ള സീറ്റുകൾ കിട്ടണമെന്നില്ല. ഫീസ് റിവൈസ് ചെയ്യാം, അതുപോലെ അഡ്മിഷൻ ഫീസ് ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ ഹയർ ആകാം. അതുകൊണ്ട് +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കാം ഒരു വസ്തുത, അഡ്മിഷൻ പ്രീ ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കേരളത്തിനകത്തും പുറത്തുമുണ്ട് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഉറച്ചൊരു ഡിസിഷനാണ്. എവിടെ പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഇത്രയും അറിയാമെങ്കിൽ ആ കോളേജുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ എന്തായാലും ഫ്രീ ക്യാമ്പസ് വിസിറ്റ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അഡ്മിഷൻ പ്രീ ബുക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ ഉൾപ്പെടെ മേടിക്കാം. അപ്പോൾ പിന്നീടൊരു റഷിൽപ്പെട്ട് അങ്ങും പാളിപ്പോവാതെ കൃത്യമായൊരു ഡിസിഷൻ ഇപ്പോഴേ എടുത്ത് ഡെസ്റ്റിനേഷൻ ഉറപ്പാക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പാരന്റ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് കരിയർ. സോ മറ്റൊരു വീഡിയോ